എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ അകലെയായി കുഴുവേലിപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4.7 സെൻറ്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. KMEA എഞ്ചിനീയറിംഗ് കോളേജ് 300 മീറ്റർ, സിവിൽ സ്റ്റേഷൻ 6 കിലോമീറ്റർ, ഇൻഫോ പാർക്ക് 6 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് 5 കിലോമീറ്റർ, പുക്കാട്ടുപടി 2 കിലോമീറ്റർ, സമരിട്ടൺ ഹോസ്പിറ്റൽ 3 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റൽ 4 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഏകദേശം 4 മീറ്റർ വീതിയിൽ ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള മുറ്റമാണ്. വലിയൊരു വാഹനം കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാം. ഒരു വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെയും ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിണർ വെള്ളവും KWA വാട്ടർ കണക്ഷനും ഈ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഹൗസ് പ്ലോട്ടുകൾ, വില്ലകൾ, വീടുകൾ, കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ എന്നിവ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾക്ക് ശേഷം ഇനി നമ്മൾ പോകുന്നത് വീടിൻ്റെ അകത്തേക്കാണ്. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള സിറ്റ് ഔട്ട്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പില്ലർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോർ. ഒറ്റപ്പാളിയുള്ള മെയിൻ ഡോറിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു വശത്തായി വലിയ UPVC വിൻഡോ നൽകിയിരിക്കുന്നു. ഡബിൾ ഹൈറ്റിലാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഷാൻലിയറും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ചെറിയൊരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസിനോട് തൊട്ട് ചേർന്ന് തന്നെയായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. 10 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിൽ വിശാലമാണ് ഡൈനിങ് ഏരിയ. ഇവിടെയും UPVC ഡോറുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നതായി കാണാം. ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു LED മിററും ഇവിടെ നൽകിയിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ നൽകിയിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട്. ഷീറ്റ് വർക്കിലാണ് ഈ ഏരിയ ചെയ്ത് എടുത്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഏകദേശം 14-12 ഒക്കെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണിത്. ഒരു വശത്തായിട്ട് വലിയ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണിത്. ബാത്റൂമിന് ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. സെറ എന്ന ബ്രാൻഡിൻ്റേതാണ് ഈ സാനിറ്ററി ഫിറ്റിങ്സുകൾ. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഒരു ഭിത്തിയിലായി വലിയ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. അവിടെ നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒരുക്കിയിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതായി കാണാം. മികച്ച രീതിയിലാണ് ഈ ബാത്റൂമുകൾ ഒരുക്കിയിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ. സിറ്റ് ഔട്ടിൽ കണ്ട ടൈലുകളാണ് സ്റ്റെപ്പുകളിൽ നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. അവിടെയും ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാം. സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയ ആണ്. മനോഹരമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ്. ഇവിടെ നമുക്ക് TV യൂണിറ്റ് കാണാം. മുകളിൽ ഫാനും ഫോൾ സീലിംഗ് വർക്കുകളും എല്ലാം നൽകിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ, യൂട്ടിലിറ്റി സ്പേസ്, ഒരു ബാൽക്കണി എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഡബിൾ ഹൈറ്റഡ് ഏരിയ. ഇവിടെയാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം അതേ സ്പേസിൽ തന്നെയാണ് ഈ ബെഡ്റൂമും നൽകിയിരിക്കുന്നത്. വാർഡ്രോബും അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂം നൽകിയിരിക്കുന്നു. ഫൈബർ ഡോറുകളാണ് ബാത്റൂമുകൾക്ക് വരുന്നത്. ഇനി 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്.
താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് സെയിം മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. ഒരേ ഡിസൈൻ തന്നെയാണ് ബാത്റൂമുകൾക്കും നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് നൽകിയിരിക്കുന്നത്. ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെ. ഈ ഡോറ് തുറന്നാൽ നമുക്ക് മുകളിലെ ടെറസിലേക്ക് പോകാവുന്നതാണ്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വീട് എടുത്തിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ചോയ്സാണ് ഈ വീട്. ഈ വീടിന് നമ്മുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,10,00,000 രൂപയാണ്. നെഗോഷ്യബിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.